കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കൗൺസിൽ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധം ശക്തം. സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞതോടെ പലയിടങ്ങളിലും ഗതാഗതക്കുരുക്കുണ്ടായി. സമരക്കാർ KSRTC ബസ്സുകൾ തടഞ്ഞു. പോലീസ് ബലം പ്രയോഗിച്ചു. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ ജനങ്ങൾ വലഞ്ഞു. മാളയിൽ KSRTC ബസ്സുകളും ഏതാനും ചില സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തി. കടകമ്പോളങ്ങളൊന്നും തന്നെ തുറന്നു പ്രവർത്തിച്ചില്ല. സർവീസ് നടത്തിയ ബസ്സുകൾ തടഞ്ഞ സമരാനുകൂലികളായ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. KPMS സംസ്ഥാന നേതാവ് ലോചനൻ അമ്പാട്ട്, CK കാർവർണൻ, PC ബാബു എന്നിവരാണ് അറസ്റ്റിലായത്. കൊടുങ്ങല്ലൂരിൽ ശവപ്പെട്ടി വഹിച്ചുകൊണ്ടുള്ള പ്രതിഷേധ വിലാപയാത്ര നടത്തി. സാമുദായിക കക്ഷി വിവിധ നേതാക്കളായ സന്തോഷ് കൊടുങ്ങല്ലൂർ, KV സുരേഷ്, MR സിദ്ധാർത്ഥൻ, പ്രതാപൻ, ഗോകുൽ, രഞ്ജിത്ത്, സദൻ ചാപ്പാറ, പൊന്നൻ, ശർമിള സുമേഷ്, മണി തേർപ്പുരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് താലൂക്ക് ഓഫീസിനു മുമ്പിൽ ചേർന്ന പ്രതിഷേധ യോഗം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് KA രമേശൻ ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് കൊടുങ്ങല്ലൂർ, KV സുരേഷ്, സിദ്ധാർത്ഥൻ, ഗോകുൽ, രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഹർത്താൽ കൊച്ചിയിൽ കാര്യമായി ബാധിച്ചിട്ടില്ലെങ്കിലും വടക്കൻ പറവൂരിൽ ദളിത് സംഘടനകൾ വാഹനങ്ങൾ തടഞ്ഞു. എന്നാൽ പോലീസ് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയും വാഹനങ്ങൾ കടത്തിവിടുകയും ചെയ്തു. ചാലക്കുടിയിൽ ഹർത്താൽ സമാധാനപരം. വ്യാപാര സ്ഥാപനങ്ങളിൽ ബഹുഭൂരിപക്ഷവും തുറന്നു പ്രവർത്തിച്ചു. എന്നാൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചു. KSRTCയും ഓട്ടോറിക്ഷകളും സർവീസ് നടത്തി. സ്വകാര്യ ബസ് സർവീസ് നിർത്തിവെച്ചത് മലയോര മേഖലയിലുള്ളവർക്ക് ദുരിതമായി മാറി. സർക്കാർ ഓഫീസുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചു. KPMS ചാലക്കുടി യൂണിയന്റെ നേതൃത്വത്തിൽ സൗത്ത് ജംഗ്ഷനിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതികളായവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. യൂണിയൻ പ്രസിഡന്റ് AK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ശിവൻ ഈശ്വരത്ത്, രാജി ഐക്കരത്ത്, KS ജഗദീശൻ, ഗോപി ചെങ്ങിനിയാടൻ, KA പ്രവീൺകുമാർ, KV ജിഷോർ എന്നിവർ സംസാരിച്ചു. കൊച്ചി നഗരത്തിൽ സാധാരണ രീതിയിൽ പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ചിലത് സർവീസ് നടത്തുന്നില്ല. KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഹർത്താലിൽ പങ്കെടുക്കില്ലെന്ന് വ്യാപാര വ്യവസായ ഏകോപന സമിതി നേരത്തെ അറിയിച്ചിരുന്നു. അതിനാൽ കടകളും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം.